സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് CPIMന് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ശക്തമായ പാർട്ടി സംവിധാനങ്ങളുണ്ടായിട്ടും ഇത്തരത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പാർട്ടിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പോളിറ്റ് ബ്യൂറോയുടെ വിലയിരുത്തൽ. കാര്യങ്ങൾ ശരിയാണ്. ചില സ്ഥലങ്ങളിൽ നേരത്തെ തന്നെ ചിലത് സംഭവിച്ചുകൊണ്ടേയിരുന്നു. മുഖ്യമന്ത്രിക്കും അനുയായികൾക്കും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതിന് ഉദാഹരണമാണ് കണ്ണൂരിൽ സംഭവിച്ചത്. ഒരു ഏരിയ കമ്മിറ്റി അംഗവും ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പാർട്ടി വിട്ട് പുറത്തേക്ക് വരുന്നു. ഇതിന് കാരണമായ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് മാസങ്ങൾ തന്നെ കഴിഞ്ഞിരുന്നു. അത് കണ്ടെത്താൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. കണ്ണൂരിൽ മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പാർട്ടിക്കകത്ത് അന്തഃഛിദ്രങ്ങളുണ്ടായിരുന്നു. അത് കണ്ടെത്താൻ വളരെ വൈകിപ്പോയി. അപ്പോഴേക്കും തിരഞ്ഞെടുപ്പും കഴിഞ്ഞു, ഫലവും വന്നിരുന്നു. ഇനി എന്തായാലും പാർട്ടി തെറ്റുതിരുത്തലിലേക്ക് നീങ്ങുകയാണ്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമിതി യോഗങ്ങൾക്ക് ശേഷം പാർട്ടി സംസ്ഥാന നേതാക്കൾ കൂട്ടം കൂട്ടമായി ജില്ലകളിലേക്ക് പോവുകയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളും ജില്ലാ കമ്മിറ്റി യോഗങ്ങളും ഏരിയ കമ്മിറ്റി യോഗങ്ങളും വിളിച്ച് പാർട്ടിക്ക് ഏറ്റ ക്ഷതത്തിൻ്റെ വലിപ്പം പറഞ്ഞു മനസ്സിലാക്കി പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശക്തമായ നീക്കത്തിനുള്ള പദ്ധതികളാണ് പോളിറ്റ് ബ്യൂറോയിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്തായാലും പാർട്ടിക്ക് പരാജയമുണ്ടായി. ആ പരാജയം പഠിക്കണം. സാധാരണഗതിയിൽ എപ്പോഴും ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പരാജയത്തെക്കുറിച്ച് പഠിക്കും, പാർട്ടി തിരിച്ചറിയും, കൃത്യമായി തിരിച്ചു വരും എന്ന്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചിരുന്നു. കൃത്യമായി പറഞ്ഞാൽ വലിയ തിരിച്ചടി തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. കേവലം ഒരിടത്ത് മാത്രമാണ് അന്ന് വിജയിക്കാൻ കഴിഞ്ഞത്. അന്ന് പാർട്ടി എടുത്ത തീരുമാനമായിരുന്നു താഴെ തട്ട് മുതൽ എല്ലാ കാര്യങ്ങളും പഠിക്കുമെന്നും അതിനുശേഷം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന്. തൊട്ടു പിന്നാലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നു. അന്നും ഒന്നും പഠിച്ചില്ല. പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. പരാജയം ഏറ്റുവാങ്ങി. അതിനുശേഷവും പാർട്ടി ഒന്നും പഠിച്ചില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നു. 102 സീറ്റുകളുമായി കോൺഗ്രസ് അധികാര പദവിയിലേക്ക് എത്തുന്നു. പക്ഷേ അവിടെയും തർക്കങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിയിലാണ്. ആരാകണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ചർച്ച തുടങ്ങിയിട്ട് ഒരാഴ്ചയാകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചർച്ച, പൊറുതുമുട്ടി ഘടകകക്ഷികൾ, ലീഗ് പലപ്പോഴായി കണ്ണുരുട്ടി കാണിക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ നടക്കുമ്പോഴും, അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ വലിയ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ടാണ് LDFിൻ്റെ പരാജയം വലിയ തോതിൽ സമൂഹം ചർച്ച ചെയ്യാതെ പോകുന്നത്. ഇപ്പോഴെല്ലാ കണ്ണുകളും കോൺഗ്രസ്സിലാണ്. വോട്ട് കൊടുത്തവരും ഒപ്പം ജയിച്ചവരും ഇനി MLAമാരെയൊക്കെ തന്നെ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ടാണ് CPIMൻ്റെ പരാജയം സമൂഹം ചർച്ച ചെയ്യാതെ പോകുന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPIയുടെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് അവരുടെ സംസ്ഥാന സമിതിയിലൊക്കെ ഉയർന്നു വന്നത്. ഒറ്റയാൾ പോക്ക് അത് ശരിയല്ല. ഇപ്പോൾ വീണ്ടും CPI അവരുടെ പുതിയ അവകാശവാദം ഉന്നയിക്കുന്നു. പ്രതിപക്ഷ ഉപനേതാവ് കൂടി വേണം, ആ പദവി CPIക്ക് വേണമെന്ന്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും തന്നെ പോളിറ്റ് ബ്യൂറോയിൽ നടന്നില്ല. വരും ദിവസങ്ങളിൽ കേരളത്തിൽ നടക്കും. ഒരുപക്ഷെ പ്രതിപക്ഷ ഉപനേതാവ് പദവി വരാൻ സാധ്യതയുണ്ട്. CPIക്ക് ലഭിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഈ പാർട്ടി ഈ തോൽവിയുടെ പാഠങ്ങൾ എന്ന് പഠിച്ചു തീരും എന്നുള്ളതാണ് ഒരു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ ചർച്ചകൾ നടത്തണം. ബ്രാഞ്ചിൽ എന്താണ് സംഭവിച്ചത്? കാരണം സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും അടുപ്പവും ബന്ധവുമുള്ളത് ബ്രാഞ്ച് കമ്മിറ്റികളിലാണ്. ആ ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്നും പാർട്ടി ബന്ധുക്കൾക്ക് എന്താണ് സംഭവിച്ചത്, അവർ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തതെന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കണം. അപ്പോഴേക്കും സമയം വൈകാതെ സൂക്ഷിക്കേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് CPIM എന്ന് നേതാക്കൾ പറയുന്നുണ്ട്. എങ്കിൽ തന്നെയും ഈ പരാജയത്തിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ആരും കുറ്റമേറ്റെടുക്കാൻ തയ്യാറുമാകുന്നില്ല. എപ്പോഴും കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ വിജയവും പരാജയവും ചർച്ച ചെയ്തു പോകുന്ന പതിവാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കുമുള്ളത്. എന്നാൽ ഇത്തവണ CPIM ഒരു കാര്യം തീരുമാനിച്ചു. കൃത്യമായി തോൽവി പഠിക്കും. തോൽവി പഠിച്ചേ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ 6 റൗണ്ട് വരെ പിന്നാക്കം പോയിട്ടാണ് പിന്നീട് ലീഡിലേക്ക് എത്തിയത്.
സ്വന്തം മണ്ഡലത്തിൽ, അതും ധർമ്മടത്ത്. ഇത്തരം കാര്യങ്ങളൊക്കെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ വിഷയങ്ങളല്ല, വലിയ ചർച്ചകളാകേണ്ട വിഷയങ്ങളാണ്. സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പോലും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പാർട്ടിക്കുണ്ടായിരിക്കുന്ന അപജയങ്ങൾ, പാർട്ടിക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ അത് കൃത്യമായി പഠിക്കേണ്ടതും പറയേണ്ടതുമായ സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ സംസ്ഥാന സമിതി യോഗങ്ങളും വരുന്ന ജില്ലാ യോഗങ്ങളിലുമൊക്കെ പാർട്ടി കൃത്യമായി തെറ്റുകൾ തിരിച്ചറിയും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.